go. Let's go. കൂടെന്നും മാറാതെ നിഴലായി യേശുവാണെൻ കോമ്പസ്, കൂട്ടുകാരെ നാം ഒന്നായി പറയാമെൻ യേശുവൻ കോമ്പസ്. ധിന്ദന 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 മൈ കോമ്പസ്, ധിന്ദന 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 മൈ കോമ്പസ്. നാടെങ്ങും പോയിടും നേരം കാവലായി കൂടെന്നും, ദേശത്തു നിന്നു ദേശം വിട്ടു പോയിടും നേരവും. നാടെങ്ങും പോയിടും നേരം കാവലായി കൂടെന്നും, ദേശത്തു നിന്നും ദേശം വിട്ടു പോയിടും നേരവും. കാലത്തിൻ കോലങ്ങൾ പോലായി പോകല്ലേ കുഞ്ഞുങ്ങൾ കൂട്ടങ്ങളെ, ആകാശത്തേരേറി മേഘത്തിൻ താഴെ നാം മാനത്തൂടെ പറക്കാം. ധിന്ദന 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 മൈ കോമ്പസ്, ധിന്ദന 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 മൈ കോമ്പസ്. ആ വഴിയോ ഈ വഴിയോ ഇത് എന്നാ പൊല്ലപ്പോ, നേർവഴിയോ പെരുവഴിയോ ഇത് എങ്ങോട്ടാണപ്പോ. ആ വഴിയോ ഈ വഴിയോ ഇത് എന്നാ പൊല്ലപ്പോ, നേർവഴിയോ പെരുവഴിയോ ഇത് എങ്ങോട്ടാണപ്പോ. ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രോസ്. ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രോസ്. വഴിയും സത്യവും ജീവനുമായവൻ ജീസസ് എന്നും വഴികാട്ടി. He is the way, He is the truth, and Jesus is the life and love. Jesus is the life and love. ഈ വേൾഡ് മൊത്തം മായ, നീ പെട്ടുപോയാൽ പോക്ക, നിൻ ലൈഫിൽ പിന്നെ സത്താൻ കയ്യിൽ പോക്ക. അയ്യോ ഡാർക്കാ ഡാർക്കാ ഡാർക്ക് ലൈഫിൽ പോയാൽ നിൻ ഫ്യൂച്ചർ പിന്നെ വേസ്റ്റാ. ദെൻ ഡാർക്ക് ലൈഫിൽ കം ഔട്ട് ആകാൻ പാടാ, അയ്യോ പാടാ പാടാ. ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രൂസ്. ദിശ തെറ്റാതോടാൻ നേർവഴിയെ പോകാൻ ജീസസ് ആയി കാട്ടും ദ ക്രൂസ്.
തിരക്കിട്ടാണേലോ കാട്ടെത്തി പറ്റൂല തടസ്സത്തെ മനസ്സിതു വലിച്ചിറക്കി പിന്നൊന്നും നോക്കാതെ ചാടിക്കയറിയേ ഒത്തിരി ദൂരെന്ന് യേശുവിനെ കണ്ടേ പിന്നൊന്നും നോക്കാതെ ചാടിക്കയറിയേ ഒത്തിരി ദൂരെന്നു യേശുവിനെ കണ്ടേ ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം 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 ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം 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 ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം 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 ഡ. ഡില്ലം 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 ഡിം 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 ഡ. പാവം കൊള്ളാൻ കരുതി എന്നെ യേശു കണ്ടില്ല നീനച്ചതും വിളിച്ചതും പെട്ടെന്നാരുന്നേ പാവം കുള്ളൻ കരുതി എന്നെ യേശു കണ്ടില്ല നീനച്ചതും വിളിച്ചതും പെട്ടെന്നറിഞ്ഞേ സക്കായേ വായോ വായോ ഓടിച്ചാടി വായോ നിന്റെ വീട്ടിൽ ഞാനിന്നു ക്രിസ്താട്ടോ സക്കായി വായോ വായോ ഓടിച്ചാടി വായോ നിന്റെ വീട്ടിൽ ഞാനിന്നു ഗസ്റ്റാട്ടു ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം 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 ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം 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 ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം 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 ഡ. ഡില്ലം 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 ഡിം 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 ഡ. പമ്മി 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 വരുന്നത് എന്താ സത്താനേ ചമ്മി 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 പോകാനോ പമ്മി 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 വരുന്നത് എന്താ സത്താനേ ചമ്മി 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 പോകാനോ ഇത് തോറ്റ കേൾവിയില്ലാത്ത പിള്ളേരാ ഇത് ദൈവവചനം അനുസരിക്കുന്ന പിള്ളേരാ ഇത് വീക്കായ പിള്ളേരല്ലടാ ഇത് സ്ട്രോങ് ആയ ദൈവമക്കളാ ഇത് വീക്കായ പിള്ളേരല്ലടാ ഇത് സ്ട്രോങ് ആയ ദൈവമക്കളാ ഇത് ഓൾഡ് ആയ പിള്ളേരല്ലടാ ഇത് ന്യൂ ആയ ന്യൂ ക്രിയേഷനാ ചുമ്മാതെ ചുമ്മാതെ പോടാ 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 നാ 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 Dim dana, dim dana, dim dana, my compass. Dim dana, dim dana, dim dana, my compass. കൂടെന്നും മാറാതെ നിഴലായി യേശുവാണൻ കോമ്പസ് കൂട്ടുകാരെ നാം ഒന്നായി പറയാമെൻ യേശുവൻ കോമ്പസ് ധീം തന ധീം തന ധീം തന my compass ധീം തന ധീം തന ധീം തന my compass
ദേശം വിട്ടു പോയിടും നേരവും നാടെങ്ങും പോയിടും നേരം കാവലായി കൂടെന്നും ദേശത്തു നിന്നു ദേശം വിട്ടു പോയിടും നേരവും കാലത്തിൻ കോലങ്ങൾ പോലായി പോകല്ലേ കുഞ്ഞുങ്ങൾ കൂട്ടങ്ങളെ ആകാശത്തേറി മേഘത്തിൻ താഴെ നാം മാനത്തൂടെ പറക്കാം ദീന്തരാ 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 my compass ദീന്തരാ 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 my compass dim dum dim dim da dim da dim dum dim dim da സക്കായി വലിയൊരു സംഭവമാ ഒരു ചെറുകുറവോ ഉയരത്തിലാ സക്കായി വലിയൊരു സംഭവമാ ഒരു ചെറുകുറവോ ഉയരത്തിലാ കുറവുകളില്ലാത്തൊരുവനുമില്ല യേശുവല്ലാതെ വേറാരുമില്ല കുറവുകളില്ലാത്തൊരുവനുമില്ല യേശുവല്ലാതെ വേറാരുമില്ല ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം ഡിം ഡം ഡിം ഡിം ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടൻ്റ് ഡിം ഡിം ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം ഡിം ഡം ഡിം ഡിം ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടൻ്റ് ഡിം ഡിം ദില്ലം ദില്ലം ദില്ലം
ബുച്ചിയൊന്നും വേണ്ട, നമ്മെ എന്നും വഴികാട്ടും യേശുവെന്നും കൂടെയുണ്ട്. ഡോറ ബുച്ചിയൊന്നും വേണ്ട, നമ്മെ എന്നും വഴികാട്ടും യേശുവെന്നും കൂടെയുണ്ട്. ഈ വല്ലാത്ത കാലത്ത് പൊല്ലാപ്പ് നേരത്ത് റൂട്ട് തെറ്റി കൺഫ്യൂഷൻ ആക്കും. ഈ വല്ലാത്ത കാലത്ത് പൊല്ലാപ്പ് നേരത്ത് യേശുവെന്നും നൽവഴി കാട്ടിടും. സ്കൂളിൽ പോകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വഴിതെറ്റിക്കാൻ സാത്താൻ, നമ്മെ വഴിതെറ്റിക്കാൻ സാത്താൻ. ഓന്റെ റൂട്ട് മാപ്പിൽ ട്രാപ്പിലാക്കാൻ സോപ്പിടുന്ന സാത്താൻ, നമ്മെ സോപ്പിടുന്ന സാത്താൻ. ദിശേറിയുന്നോരേശുണ്ട്, സോപ്പിടല്ലേ സാത്താൻ. ദിശേറിയുന്നോരേശുണ്ട്, സോപ്പിടല്ലേ സാത്താൻ. യേശു നല്ലവൻ, എന്നെ എന്നും കാക്കുന്നവൻ. എന്റെ യേശു നല്ലവൻ, എന്നെ എന്നും കാക്കുന്നവൻ. ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം, ഞാൻ വീഴാൻ തുടങ്ങുമ്പോഴെല്ലാം താങ്ങി എന്നെ ഉയർത്തും, ചേർത്തു എന്നെ അണയ്ക്കും. താങ്ങി എന്നെ ഉയർത്തും, ചേർത്തു എന്നെ അണയ്ക്കും. എന്നെന്നും ഇനി സന്തോഷം. എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു, എന്റെ യേശു. എന്റെ യേശു നല്ലവൻ, അവനെന്നും എൻ്റെ ആശ്രയം. എന്റെ യേശു നല്ലവൻ, അവനെന്നും എൻ്റെ ആശ്രയം. എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എൻ്റെ കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്ത്, കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്തു. എന്നെന്നും ഇനി സന്തോഷം. എന്റെ
യേശു എൻ്റെ യേശു എൻ്റെ യേശു എൻ്റെ യേശു ദും തരാരര ദും തരാരര ദും തരാരര ദും ദും തരാരര ദും തരാരര ദും തരാരര ദും ദും തരാരര ദും തരാരര ദും തരാരര ദും ഓ മേരാ യേശു ओ मेरा यीशु 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 Journey to the heavens so bright. We follow the star of Bethlehem's light. With the joy in our hearts and peace so true. Jesus is my compass guiding through. A journey to the heavens so bright. We follow the star of Bethlehem's light. With joy in our hearts and peace so true. Jesus is my compass guiding through. 1, 2, and 1, 2, 3, go! Step up, jump in, hey. Rise up, let's go, oh, oh, oh. Step up, jump in, hey. Rise up, let's go, oh, oh, oh. Step up, jump in, hey. Rise up, let's go, oh, oh, oh. Step up, jump in, hey. Rise up, let's go, oh, oh, oh. By the storms and waves of night, His light shines strong, bold and bright. He brings us joy, makes all things new. Jesus is my compass guiding through. By the storms and waves of night, His light shines strong, bold and bright. He brings us joy, makes all things new. Jesus is my compass guiding through. 1, 2, and 1, 2, 3, go! Step up, jump in, hey. Rise up, let's go, oh, oh, oh. Step up, jump in, hey. Rise up, let's go, oh, oh, oh. Step up, jump in, hey. Rise up, let's go, oh, oh, oh. Step up, jump in, hey. Rise up, let's go, oh, oh, oh. പുതുക്കത്തിനായുള്ള വിരാമം. എന്താണ് ഇന്നത്തെ ചിന്താവിഷയം? ഉറച്ചു പറ, എന്താണ്? ഓ, പുതുക്കത്തിനായുള്ള വിരാമം. എന്താണ് പുതുക്കത്തിനായുള്ള? മനപ്പാഠവാക്യം. ബൈബിൾ എടുത്തോ, ബൈബിൾ എടുത്തോ. ഈ ബൈബിൾ കൊണ്ടുവരാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? കൈവയ്ക്കുക. നാളെ വരുമ്പോൾ എല്ലാവരും ബൈബിളും കൂടെ കൊണ്ടുവേണം വരാൻ, കേട്ടോ. എല്ലാവരും ബൈബിൾ എടുത്തോ. മനപ്പാഠവാക്യം ചാടുക, എഴുന്നേറ്റ് നിന്ന് പറയുക. മനപ്പാഠവാക്യം മത്തായി 11:28. മത്തായി 11:28. യെസ്, കറക്റ്റാണ്. പോയിന്റ് എടുത്തോ. ആ, പറഞ്ഞോ പറഞ്ഞോ. ചുമക്കുന്നവർ മണലോരെ എല്ലാവരും അടുക്കൽ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28. അധ്വാനിക്കുന്നവർ ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28.
മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇനി ആരെങ്കിലും പറയാനുണ്ടോ ഈ ടീം? ആ, മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെല്ലാവരും എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 10 പോയിന്റ്. ആ ബാ. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരമുള്ളവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആ മൈക്ക് അപ്പുറത്ത് കൊടുത്തു. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എൻ്റെ അടുക്കൽ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുത്ത് വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മത്തായി 11:28 കുഴപ്പമില്ല. മത്തായി 11:28 അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഓക്കെ, എല്ലാവരും മനപ്പാഠവാക്യം കാണാതെ പഠിച്ചല്ലോ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കർത്താവ് ഒരു ആശ്വാസദായകനാണ്. നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ വഴി നടത്തുകയും നമ്മെ അനുദിനം വഴി നടത്തുവാൻ സർവശക്തനാണ് നമ്മുടെ കർത്താവ്. ഓക്കെ, അപ്പോൾ എന്നാൽ നമ്മൾ ഒരു ദിവസം കർത്താവിന് വേണ്ടിയിട്ട് എത്ര സമയമാണ് നമ്മൾ മാറ്റിവെക്കുന്നത്? ഒരു ദിവസത്തിൽ നമ്മൾ എത്ര സമയമാണ് കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത്? എത്ര സമയം നമ്മൾ മാറ്റിവെക്കാറുണ്ട്? എത്ര സമയം നമ്മൾ മാറ്റിവെക്കാറുണ്ട്? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് എന്ത് പറഞ്ഞ് പ്രാർത്ഥിക്കണം? രാവിലെ എഴുന്നേൽക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, രാവിലെ നിൻ്റെ ദയയെയും രാത്രി നിൻ്റെ വിശ്വസ്തതയെയും ഓർത്ത് ഞാൻ വർണ്ണിക്കും. അപ്പോൾ രാവിലെ നമ്മെ എഴുന്നേൽപ്പിക്കുന്നത് കർത്താവിൻ്റെ ദയ, രാത്രി നമ്മെ ഇത്രത്തോളം നല്ല ആരോഗ്യവും ബലവും ഒക്കെ നൽകി നമ്മെ രാത്രി കിടന്നുറങ്ങുവാൻ അല്ലെങ്കിൽ നാം ഉറങ്ങുന്നത് വരെയും നമ്മെ നടത്തുന്നത് കർത്താവിൻ്റെ വിശ്വസ്തത. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഓർത്തുകൊണ്ട് വേണം നാം എപ്പോഴും കർത്താവിനെ വർണ്ണിക്കുവാൻ വേണ്ടിയിട്ട്. ആമേൻ. നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നവരായി മാറണം. ബൈബിളിൽ പറയുന്നു, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് ലഭിക്കും. ഓക്കെ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കാത്തവരെല്ലാവരും ഞാൻ ഫ്രണ്ടിൽ വിളിച്ച് വരുത്തി ഇവിടെ കസേരയിട്ട് ഇവിടെ ഇരുത്തും. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം. ഞാൻ ചോദ്യം ചോദിക്കും, മാർക്ക് കുറയ്ക്കും. ഇവിടെ ശ്രദ്ധിക്കണം. ശിഖ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസദായകനാണ്. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ടോ? കുഞ്ഞു കുട്ടികളായ നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്താറുണ്ടോ? ഇന്ന് മുതൽ കണ്ടെത്തണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം. കർത്താവേ, ഒരു പകൽക്കാലം കൂടെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ദാനമായി തന്ന നല്ല കൃപയ്ക്കായി സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാവരും എഴുന്നേൽക്കണം. ഓക്കെ, അപ്പോൾ എന്നാൽ ആഴ്ചയിലാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ശബത്ത് നാളിനെ ശുദ്ധീകരിച്ച് നൽകി. ഞായറാഴ്ച ദിവസം, ശബത്ത് ഞായറാഴ്ച ദിവസം. ഈ ഞായറാഴ്ച എല്ലാവരും കൃത്യമായിട്ട് ആലയത്തിൽ പോകാറുണ്ടോ? പള്ളിയിൽ എല്ലാവരും കൃത്യമായിട്ട് പോകാറുണ്ടോ? എല്ലാവരും പോകാറുണ്ട്. മിടുക്കന്മാരാണ്. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കുക, കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ശുദ്ധീകരിച്ച് നൽകിയ ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതായത് ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാനായിട്ട് ഓർക്കുക. അപ്പോൾ ശബത്ത് നാളിൽ അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മളെപ്പോഴും കൃത്യമായിട്ട് ആലയത്തിൽ പോകുന്നവരായിരിക്കണം. നമുക്കിപ്പോൾ പഠിത്തമുണ്ടെങ്കിലും പണമുണ്ടെങ്കിലും പ്രശസ്തി ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമ്മൾ ആലയത്തിൽ പോകുന്നവരായിരിക്കണം. കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നവരായി മാറണം. ഒരു ദിവസം നാം കർത്താവിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പള്ളിയിൽ ഒരമ്മച്ചി സ്ഥിരമായിട്ട് പള്ളിയിൽ വരും. പക്ഷേ അവർ ഒറ്റയ്ക്കാണ് താമസം. ചോദ്യം ചോദിക്കും, ഒറ്റയ്ക്കാണ് താമസം. ഒരു വീട്ടിൽ ഒറ്റയ്ക്ക്, ഭർത്താവ് മരിച്ചുപോയി, മക്കളില്ല, ആരുമില്ല, ഒറ്റയ്ക്കാണ് താമസം. എന്നും പാസ്റ്ററിൻ്റെ അടുത്ത് ഒന്ന് വിഷമം പറയും, എനിക്ക് ഒറ്റയ്ക്കാണ്,
എനിക്കൊരു സമ്പാദിക്കാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് എനിക്കില്ല. എനിക്ക് സമ്പാദിക്കാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ് എനിക്കില്ല. ഞാൻ എങ്ങനെ സമ്പാദിക്കും? ഞാൻ എങ്ങനെയാണ് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഒരു വിഷമമായിരുന്നു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മാമ്മയ്ക്ക് 2 പശുവിനെ അങ്ങ് വാങ്ങിച്ചു തരാം, നിങ്ങൾ അതുകൊണ്ട് ഉപജീവനം കഴിച്ചോ എന്ന് പറഞ്ഞു. ശരി, 2 പശുവിനെ വാങ്ങിച്ചു കൊടുത്തു. ഈ നല്ല സാമർഥ്യമുള്ള സ്ത്രീയായിരുന്നു, നമ്മളെ പോലെയൊന്നുമല്ല, നല്ല സാമർഥ്യമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവർ 2 പശു 4 ആക്കി, 4നെ 8 ആക്കി, 8നെ 10 ആക്കി, 10 20 പശുക്കളായി. നിന്ന് തിരിയാൻ സമയമില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പള്ളിയിലൊന്നും കാണാനില്ല. ഈ അമ്മാമ്മയെ പള്ളിയിലൊന്നും കാണാനില്ല. പാസ്റ്റർ 2 ആഴ്ചയായി, 3 ആഴ്ചയായി, 4 ആഴ്ചയായി. പാസ്റ്റർ എന്ന് നോക്കുമ്പോൾ അമ്മാമ്മ തൊഴുത്തിനകത്ത്, പശുവിൻ്റെ അടുത്ത്. പാസ്റ്റർ വിചാരിച്ച് വാങ്ങിച്ചു കൊടുത്തതും പ്രശ്നമായല്ല. അങ്ങനെ പാസ്റ്റർ എന്ന് ചോദിച്ചു, വിളിച്ചു ചോദിച്ചു, എന്താണ് പള്ളിയിൽ വരാത്തത്? പാസ്റ്ററെ, നിങ്ങൾ കണ്ടല്ലോ, നിന്ന് തിരിയാൻ എനിക്ക് സമയമില്ല, നിന്നിട്ട് തിരിഞ്ഞു നോക്കാൻ എനിക്ക് സമയമില്ല. ചാണകം വാരണം, തൊഴുത്ത് വൃത്തിയാക്കണം, പശുവിന് കുളിപ്പിക്കണം, കഴുകണം, എന്തൊക്കെ ജോലിയുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് പോലും ഈ ജോലിയില്ല. ഞാൻ ചെയ്യുന്നതിൻ്റെ പകുതി ജോലി പോലും നിങ്ങൾ ചെയ്യുന്നില്ല. ഓക്കെ പാസ്റ്റർ, അപ്പോൾ എൻ്റെ ദൈവമേ ഇനി എന്ത് ചെയ്യും എന്നോർത്ത് മനസ്സ് അധികമായിട്ട് വിഷമിച്ചു. അപ്പോൾ ഈ കഥയുടെ ഒരു ഉദാഹരണം മാത്രമേ ഉള്ളൂ. നമുക്ക് സമ്പത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കർത്താവിനെ അങ്ങ് ആരാധിച്ചോളണം. ഓക്കെ, ഇനി അധികമായിട്ട് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞാലും കർത്താവിനെ മുറുകെ പിടിക്കുവാൻ നമ്മൾ ആരും മറന്നു പോകരുത്. നമുക്കിനി അധികമായിട്ട് സമ്പത്ത് കിട്ടി, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലി കിട്ടിയാലും നമ്മൾ കർത്താവിനെ മുറുകെ പിടിച്ചോളണം. ഈ ജോലി ഉണ്ടെന്ന് കരുതി നാം കർത്താവിനെ ഉപേക്ഷിക്കരുത്. അതുകൊണ്ടാണ് ഈ കഥ കൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്കിപ്പോൾ പണമുണ്ടെന്ന് കരുതിയിട്ട്, നിങ്ങൾ നല്ല മിടുക്കന്മാരാണ്, ഭാവിയിലെ വക്കീലുമാരാണ്, അല്ലെങ്കിൽ IAS ഉദ്യോഗസ്ഥരാണ് നമ്മുടെയൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്, ജ്ഞാനമുണ്ട്, അറിവുണ്ട്. അപ്പോൾ നാളത്തെ ഭാവിയിൽ നിങ്ങൾ നല്ലൊരു ഉദ്യോഗസ്ഥന്മാരാകും, നല്ല ജോലിക്കാരാകും. അപ്പോൾ നമ്മൾ കർത്താവിനെ ഉപേക്ഷിക്കരുത്, നമ്മൾ ദൈവത്തെ മറന്നു പോകരുത്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ മറന്ന് പോകരുത്. ആരും ദൈവത്തെ മറക്കരുത്. ആമേൻ. പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നാലും ദൈവത്തെ നാം മുറുകെ പിടിക്കുന്നവരായി മാറുക. ദൈവത്തെ നാം മറന്ന് പോകരുത്. പഴയ നിയമത്തിലൊരു ഭക്തനുണ്ട്, യോസഫിന് അനവധി കഷ്ടത വന്നു, അനവധി ബുദ്ധിമുട്ട് വന്നു, അനവധി പ്രയാസം വന്നു. എന്നാൽ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, യോസഫിനോട് കൂടെ എൻ്റെ ദൈവം ഇരുന്നു. യോസഫിനോട് കൂടെ ദൈവം ഇരുന്നു. ദൈവം ഉണ്ടായിരുന്നു, കാരാഗ്രഹത്തിൽ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ അവിടുത്തെ ഭരണാധികാരി ആയിരുന്നപ്പോഴും ദൈവം യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. നമുക്ക് കഷ്ടത വരുമ്പോഴും ഞെരുക്കം വരുമ്പോഴും മാത്രമല്ല ആമേൻ നാം ദൈവത്തെ ആരാധിക്കേണ്ടത്. ആമേൻ. നമുക്ക് സുഖമുള്ളപ്പോഴും നാം ദൈവത്തിന് പാട്ട് പാടുന്നവരായി മാറണം. ഇച്ചിരി സമ്പത്ത്, നമുക്ക് ജോലി വരുമ്പോഴും, നമുക്ക് വിദ്യാഭ്യാസ മേഖലകളിൽ ഉന്നതി വരുമ്പോഴും നാം ദൈവത്തെ ഉപേക്ഷിക്കുന്നവരായി മാറരുത്. ഇന്നത്തെ തലമുറകളിൽ അങ്ങനെ കാണുന്നുണ്ട്. നാം ദൈവത്തെ മുറുകെ പിടിക്കുന്നവരായി മാറുക. ഓക്കെ, അത് തന്നെയാണ് ഇന്നത്തെ ചിന്താവിഷയവും. ദൈവം നമ്മെ കൈവിടുന്ന ദൈവമല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്ന ദൈവവുമല്ല. ആമേൻ. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ മാർത്തയുടെയും മറിയയുടെയും വീട്ടിൽ കർത്താവ് വരുന്ന സാഹചര്യത്തിൽ മാർത്ത പലതിനെ ചൊല്ലിയും വിചാരപ്പെടുന്നു. കർത്താവിന് ഭക്ഷണം ഉണ്ടാക്കുവാനും അതിനും ഇതിനുമൊക്കെയും ഓടി നടന്ന് ചെയ്യുമ്പോൾ മറിയ ആകട്ടെ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ദൈവിക വചനം ശ്രദ്ധിക്കുമ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നത് എന്ത്? അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതുപോലെ മറിയെ പോലെ നമുക്ക് നല്ല അംശം തിരഞ്ഞെടുക്കുന്നവരായി മാറുക. ആ ക്രിസ്തു എന്ന നല്ല അംശം ആരാണ്? ഉറച്ചു പറ, നല്ല അംശം ആരാണ്? ക്രിസ്തു എന്ന നല്ല അംശത്തെ നാം തിരഞ്ഞെടുക്കണം. ഓക്കെ, ഈ ലോകമല്ല, ക്രിസ്തു എന്ന നല്ല അംശം, ആ ദൈവത്തെ നാം തിരഞ്ഞെടുക്കണം. ഓക്കെ, ദൈവത്തെ തിരഞ്ഞെടുക്കുമോ? ഒന്നുറച്ചു പറ, ദൈവത്തെ തിരഞ്ഞെടുക്കുമോ? യെസ്. ഓക്കെ, നാം ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവരായി മാറണം. പലതിനെ ചൊല്ലി നാം വിചാരപ്പെടരുത്. നമുക്ക് ആമേൻ ഈ ലോകത്തിലുള്ളതിനെ നാം മുറുകെ പിടിക്കാതെ ആ ദൈവത്തെ നാം മുറുകെ പിടിച്ച് ഓടുന്നവരായി മാറുക. ഓക്കെ, ദൈവത്തെ മുറുകെ പിടിച്ച് ഓടുന്നവരായി മാറുമോ? നീയെങ്കിലും ഉണ്ടല്ലോ. ഓക്കെ, ആരും ഭാരപ്പെടരുത്, പ്രയാസപ്പെടരുത്. ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമ്മൾ പറഞ്ഞത്, നമ്മൾ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ഒന്നാമത് പറഞ്ഞു എന്താണ് എന്ന് പറഞ്ഞ്, ഞായറാഴ്ച കിടന്നുറങ്ങരുത്, എല്ലാവരും കൃത്യമായിട്ട് ആലയത്തിൽ വരിക, ആലയത്തിൽ ഇരുന്ന് ഉറങ്ങരുത്. ഇനി വീട്ടിൽ കിടന്നുറങ്ങല്ലെന്ന് പറഞ്ഞ് ഇനി പള്ളിയിൽ വന്ന് ഉറങ്ങാമല്ലോ. പള്ളിയിൽ വന്ന് ഉറങ്ങരുത്, ശ്രദ്ധയോടെ വചനം കേൾക്കുന്നവരായി മാറുക. ഈ ഞായറാഴ്ച ആരാധന ഉണ്ടെങ്കിലും തലേ ദിവസം നമ്മളെല്ലാം അടുക്കി പറക്കി വെക്കണം.
ഞായറാഴ്ച പോയിട്ട് അമ്മ എൻ്റെ ഷർട്ട് എവിടെ, അമ്മ എൻ്റെ പാൻറ് എവിടെ, അയ്യോ എൻ്റെ പാൻറ് കാണാനില്ല, എൻ്റെ ഷൂ കാണാനില്ല. ഓക്കെ, ഇങ്ങനെ ആരും വന്ന് പറയരുത്. പിന്നെ നനച്ചതാണോ നനയ്ക്കാത്തതാണോ, ഇനി പള്ളിയിൽ വന്ന് അടുത്തിരിക്കുന്നവർക്കറിയാം ഇത് കഴുകിയതാണോ കഴുകാത്തതാണോ എന്നൊക്കെ. ആരും അങ്ങനെ ആകരുത്. തലേ ദിവസമേ അമ്മയെടുത്ത് പറയണം, അമ്മ എൻ്റെ നാളത്തെ ഇടാനുള്ള ഡ്രസ്സ് എവിടെ അമ്മ, അത് തേച്ച് മടക്കി ഇങ്ങ് തരാൻ പറയണം. എന്നിട്ട് നാളെ കാലത്ത് രാവിലെ എഴുന്നേറ്റ് ഞായറാഴ്ച അത് ഇട്ടും കൊണ്ട് ഓടി ആലയത്തിൽ വന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കുന്നവരായി മാറണം. ഓക്കെ, ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. ആഴ്ചയിൽ ഒരു ദിവസം കർത്താവിന് വേണ്ടിയിട്ട് നാം മാറ്റിവെക്കുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. ആ ഞായറാഴ്ച ദിവസം പള്ളിയിൽ നാം മുടങ്ങാതെ കടന്നു വരിക. ദിവസത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക. ആമേൻ. നമുക്ക് എന്തൊക്കെ വന്നാലും, വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർച്ച വന്നാലും, സാമ്പത്തിക മേഖലകളിൽ ഉയർച്ച വന്നാലും, എന്ത് വന്നാലും ദൈവത്തെ നാം കൈവിടുന്നവരായി മാറരുത്. ദൈവത്തെ നാം മുറുകെ പിടിക്കുന്നവരായി മാറുക. ദൈവം നമ്മെ ഒരിക്കലും കൈവിടുന്ന ദൈവവുമല്ല. ഓക്കെ, ദൈവം എല്ലാവരെയും ഇന്ന് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ബുച്ചി ഒന്നും വേണ്ട, നമ്മെ എന്നും വഴികാട്ടും യേശുവെന്നും കൂടെയുണ്ട്. ഡോറ ബുച്ചി ഒന്നും വേണ്ട, നമ്മെ എന്നും വഴികാട്ടും യേശുവെന്നും കൂടെയുണ്ട്. ഈ വല്ലാത്ത കാലത്ത് പൊല്ലാപ്പ് നേരത്ത് റൂട്ട് തെറ്റി കൺഫ്യൂഷൻ ആക്കും. ഈ വല്ലാത്ത കാലത്ത് പൊല്ലാപ്പ് നേരത്ത് യേശുവെന്നും നൽവഴി കാട്ടിടും. സ്കൂളിൽ പോകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വഴിതെറ്റിക്കാൻ സാത്താൻ, നമ്മെ വഴിതെറ്റിക്കാൻ സാത്താൻ. ഒന്റെ റൂട്ട് മാപ്പിൽ ട്രാപ്പിലാക്കാൻ സോപ്പിടുന്ന സാത്താൻ, നമ്മെ സോപ്പിടുന്ന സാത്താൻ. ദിശയറിയുന്നോനേശുണ്ട്, സോപ്പിടല്ലേ സാത്താൻ. ദിശയറിയുന്നോനേശുണ്ട്, സോപ്പിടല്ലേ സാത്താൻ.
എല്ലാവരും രാവിലെ പ്രാർത്ഥിച്ചായിരുന്നോ? ബൈബിൾ വായിച്ചായിരുന്നോ? പ്രാർത്ഥിച്ച മക്കളെല്ലാവരും കൈവക്കിയേ. ഓക്കെ, ഒരു വചനമെങ്കിലും ധ്യാനിച്ചവർ കൈവക്കിയേ. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാം? ഈ VBS കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക, വചനം വായിക്കുക. അപ്പോൾ നമ്മൾ ഇന്നലെ വരെ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്താലോ. എന്താണ് നമ്മുടെ കോമ്പസ്? നമ്മുടെ തീം എന്താണ്? മൈ കോമ്പസ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ എത്ര ചിന്താ വിഷയങ്ങളാണ് ധ്യാനിച്ചത്? എത്രയാണ്? 5 ആണോ? അപ്പോൾ ഫസ്റ്റത്തെ ചിന്താ വിഷയം വേഗത്തിൽ പറയണം. ആര് പറയും? രണ്ടാമത്തെ ദിവസം എന്താ നമ്മൾ പഠിച്ചത്? ദൈവിക പാത പിന്തുടരുക. മൂന്നാമത്തെ ദിവസം തടസ്സങ്ങളെ അതിജീവിക്കുക. നാലാമത്തെ ദിവസം, അഞ്ചാമത്തെ ദിവസം എന്താണ് പഠിച്ചത്? അനുസരണമാണല്ലേ പഠിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു അല്ലേ. ഇന്ന് ചെറിയൊരു കാര്യം നമുക്ക് അല്പനേരം, ഒരു 15 മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ശ്രദ്ധിക്കാം. നിങ്ങളുടെ എല്ലാവരുടെ ശ്രദ്ധ ഞാൻ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധയില്ലാണ്ട് ഇരിക്കരുത്. എല്ലാവരും ആരെ ശ്രദ്ധിക്കണം? ആൻറ്റി പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിക്കണം കേട്ടോ. ആൻറ്റി അല്ല, എന്നെ നോയിക്കൊണ്ടിരുന്നുകൊണ്ട് എന്നെ ശ്രദ്ധിക്കണമെന്ന് അർത്ഥമില്ല അല്ലേ. ശരീരം മാത്രം ഇവിടെ ഇരിക്കും, മനസ്സ് എവിടെയെങ്കിലുമൊക്കെ ഓടരുത്. നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇരിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കർത്താവിലോട്ട് തിരിയാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമ്മൾ അല്പം നേരം ധ്യാനിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മളെക്കുറിച്ച് നമ്മൾ അറിയാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച്, നമ്മുടെ ദൈവം ആരാന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. ദൈവം ആരാണ്? ആത്മാവ് ആകുന്നു. അപ്പോൾ ആത്മാവായ ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇനി നമ്മുടെ ദൈവം ത്രിയേക ദൈവമാണ്. ആരാണ്? ത്രിയേക ദൈവമാണ്. അതിനർത്ഥം അറിയാമോ? നമുക്ക് എത്ര ദൈവങ്ങളാണോ, എത്ര ദൈവമുണ്ട്? ഒറ്റ ദൈവമേ ഉള്ളൂ അല്ലേ. ആരാണ്? നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. ആരാണ്? യേശു ക്രിസ്തു. ഇത് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻറ്റി ഒരു ചെറിയ എക്സാമ്പിളിൽ കൂടെ എന്ത് ചെയ്യാം? ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിനകത്തോട്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഇടാൻ പോവുകയാണ്. കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മളിലോട്ട് നോക്കിയാൽ നമുക്ക് എത്ര ഭാഗമുണ്ട്? ഒരു ശരീരം ഉണ്ടല്ലേ. ഒരു ശരീരം നമുക്ക് കാണാൻ പറ്റുന്നത്, എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ലേ? ശരീരം കാണാൻ പറ്റുന്നുണ്ട്. ശരി, നമ്മുടെ ഉള്ളിൽ നമ്മൾ തീരുമാനമൊക്കെ എടുക്കുന്ന ഒരു ഭാഗമുണ്ട്. അതെവിടെയാണ്? നമ്മുടെ മനസ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ആ മനസ്സിനെ ഒന്ന് കാണിച്ചു തരുമോ? ആരെങ്കിലും എഴുന്നേറ്റൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷെ മനസ്സുണ്ടല്ലേ. കാരണം അവിടെയാണ് ആദ്യം എന്ത് വരുന്നത്? എല്ലാം വരുന്നത് അവിടെയാണ്. എന്തോന്നാണ്? എല്ലാം നമുക്ക് വരുന്ന വേദന, ദുഃഖം, സന്തോഷം, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും വരുന്നത് എവിടെയാണ്? മനസ്സിലാണ് വരുന്നത്. അത് കാണാൻ പറ്റുന്നില്ല, അത് അദൃശ്യമാണ്. പക്ഷെ അതെന്തുണ്ട്? ഉണ്ട്. ഇനി ചിന്തകളുടെ ഒരു ഉറവിടമുണ്ട്. ചിന്തകളുടെ എന്തോന്നുണ്ട്? ഒരു സോഴ്സ് ഉണ്ട്, ഉറവിടമുണ്ട്. അതേപോലെ ഇപ്പം ആൻറ്റി ഒരു ചെറിയ എക്സാമ്പിൾ പറയാണ്. ഞാനിനി അടുത്ത് നിങ്ങളെ പാട്ട് പഠിപ്പിക്കാൻ പോവുകയാണല്ലേ. അപ്പൊ ഈ പ്ലാൻ എവിടെയാ ഫസ്റ്റ് വന്നത്? എവിടെയാണ് വന്നത്? മനസ്സിൽ. വെരി ഗുഡ്. അപ്പൊ അഭിനവൻ എല്ലാവരും ഒരു കൈയടി കൊടുത്തേ. ആ, കർത്താവ് അവനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം പാട്ട് പഠിപ്പിക്കണമെന്ന് പ്ലാൻ വന്നത് എവിടെയാണ്? മനസ്സിൽ. അപ്പൊ മനസ്സിൽ വന്ന പ്ലാൻ പ്രവർത്തിച്ചത് ആരാണ്? എൻ്റെ ശരീരം കൊണ്ട് അത് പ്രവർത്തിച്ചല്ലേ അല്ലേ. നാവ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? പാടി. അപ്പൊ നമ്മൾ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്? എന്ത് തന്നിരിക്കുന്നത്? മനസ്സാണോ പ്രവർത്തിക്കാൻ തന്നിരിക്കുന്നത്? പ്രവർത്തിക്കാൻ നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ ബോഡിയാണ്. എന്താണ്? നമ്മുടെ ശരീരമാണ്. നടക്കാനും തിന്നാനും അല്ലേ, കുളിക്കാനും എല്ലാത്തിനും നമുക്ക് ശരീരം വേണം അല്ലേ. ശരീരം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ പ്രവർത്തിക്കുന്ന ഭാഗമാണ് എന്ത്? ശരീരം. നമ്മുടെ ശരീരം പ്ലാൻ ചെയ്യുന്ന ഭാഗമാണ് എന്ത്? നമ്മുടെ മനസ്സ്. ഇനി പ്രവർത്തിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്തുകൊണ്ട്? പ്രവർത്തിപ്പിക്കുന്ന ഭാഗമുണ്ട്. ഞാനിപ്പോൾ എന്താണ് ഒരു പാട്ട് പാടണമെന്ന് ആഗ്രഹിച്ചു, തീരുമാനമൊക്കെ എടുത്തു. പക്ഷേ എൻ്റെ ശരീരത്തിന് ബലമില്ല. എൻ്റെ ശരീരം എന്തായിപ്പോയി? അങ്ങ് തളർന്നങ്ങ് കിടക്കുവാണ്. പ്രവർത്തിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു ഭാഗം കൂടെ ആർക്കുണ്ട്?
നമുക്ക് ഉണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ ദൈവത്തിന് 3 ഭാഗമുണ്ട്. എന്തുകൊണ്ട്? 3 ഭാഗമുണ്ട്. ഏക സത്യ ദൈവത്തിന് എത്ര ഭാഗമുണ്ട്? 3 ഭാഗമുണ്ട്. തീരുമാനമെടുക്കുന്ന ഒരു ഭാഗമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ഭാഗമുണ്ട്, പ്രവർത്തിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. തീരുമാനങ്ങളെല്ലാം വരുന്നതിനെയാണ് നമ്മൾ എവിടെയെന്ന് പറയും? പിതാവെന്ന് പറയും. എവിടെയെന്ന് പറയും? നമുക്ക് മനസ്സിലാവണം അല്ലേ? പിതാവെന്ന് പറയും അല്ലേ? പ്രവർത്തിക്കുന്നത് ആരെന്നറിയാമോ? ആരാണ് പ്രവർത്തിക്കുന്നത്? യേശു ക്രിസ്തു ദേഹരൂപമാണ് ദൈവത്തിൻ്റെ. അപ്പോൾ പ്രവർത്തിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. ഇനി സകലത് നടക്കുന്നത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല. എന്തിനാലാണ് ഇത് പ്രവർത്തിപ്പിക്കപ്പെടുന്നത്? ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. അപ്പോൾ ഈ 3 ഭാഗത്തെ നമുക്ക് വേർതിരിച്ച് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇത് 3 എന്താണ്? ഒന്നാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഇതൊരിക്കലും മാറരുത്. പിതാവ് വേറെ, പിന്നെ പുത്രൻ വേറൊരു ദൈവം, പിന്നെ പരിശുദ്ധാത്മാവ് വേറൊരു ദൈവം. അങ്ങനെയല്ല. നമ്മളിലേക്ക് നോക്കിയാൽ മതി. നമ്മളെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് എന്ത് ചെയ്തേക്കുന്നേ? സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിൽ നോക്കണം, നമ്മളിൽ എന്തൊക്കെ ഉണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. മനസ്സിലായോ? തീരുമാനങ്ങളുടെ ഉറവിടം എവിടെന്നാ വരുന്നത്? പിതാവിൽ നിന്ന്. നമ്മൾ ദൈവത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ബുദ്ധിയൊക്കെ തുറക്കട്ടെ. ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ ബുദ്ധിയൊക്കെ. അപ്പോൾ പ്രവർത്തിക്കുന്ന ആ തീരുമാനം എവിടെ നിന്ന് വരും? പിതാവിൽ നിന്ന്. അത് പ്രവർത്തിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ വചനമാണ് പ്രവർത്തിക്കുന്നത്. ആ വചനം ആരാണ്? യേശു ക്രിസ്തുവാണ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തിപ്പിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അപ്പോൾ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ആരെയാണ് സേവിക്കുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നിങ്ങൾ വേഗത്തിൽ ബൈബിൾ ഉള്ളവരെല്ലാവരും ഒന്ന് കൈപൊക്കിക്കേ. ഓക്കെ, ശരി. അപ്പോൾ ബൈബിളിൽ നമ്മൾ വേഗത്തിൽ ഒരു അധ്യായത്തിലോട്ട് പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2. വേഗം എടുത്തോ. രണ്ട് അപ്പോസ്തല പ്രവൃത്തി 2. ഓക്കെ, അത് തന്നെയാണ് പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എന്ന് തുടങ്ങുന്ന വാക്യങ്ങൾ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടോ എന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്ന് നോക്കിക്കോണം. ആൻറ്റി കള്ളം വല്ലതും പറയുന്നോ അതോ വചനത്തിലില്ലാത്ത വല്ല കാര്യമാണോ നിങ്ങൾക്കിങ്ങനെ നിങ്ങളുടെ അകത്തോട്ടിങ്ങനെ എന്താണ് ബ്രെയിൻ വാഷ് ചെയ്യുന്നതാണോ എന്ന് നിങ്ങളൊന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്ത് നോക്കിക്കോണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എന്ത് ചെയ്യണം? ഒന്ന് നോക്കണം. ഞാൻ ഇങ്ങനെയാണോ? എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണോ? അയ്യോ, ഈ സിസ്റ്റം തന്നെ ആണോ ഞാൻ ഫോളോ ചെയ്യുന്നത്? ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ ആണോ എന്ന് എന്ത് ചെയ്യണം? നോക്കണം. ഇനി അടുത്ത ആൻറ്റി പറയാൻ പോകുന്ന ആ പുസ്തകത്തിൽ ആ പേജ് മാറ്റരുത്. അത് അടുത്തങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു ചിന്തയിലോട്ട് പോവാണ്. എന്താണ് പാപം? പറയണം. ആൻറ്റി മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങളെല്ലാവരും എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ ശ്രേഷ്ഠരുമാണ്, കുഞ്ഞുമക്കളാണ്. പാപം എന്ന് വെച്ചാൽ എന്താണ്? അറിയാമോ? വചനം എന്താ പറയുന്നതെന്നറിയാമോ? 2 കാര്യമാണ് പാപം. എന്തൊക്കെയാണെന്നറിയാമോ? ദൈവം പറയുന്നത് ചെയ്യാതിരിക്കുന്നത്. എന്താണ് ദൈവം പറയുന്നത്? ചെയ്യാതിരിക്കുന്നത് പാപം. ദൈവം ചെയ്യണ്ട എന്ന് പറയുന്നത് ചെയ്യുന്നതും പാപം. ഇനി ദൈവത്തിൽ വിശ്വസിക്കാത്തതും പാപം. ഈ വിശ്വാസം ഇല്ലാത്തടത്തു നിന്നെല്ലാം പാപത്തിൻ്റെ ബാക്കിയുള്ളതെല്ലാം വരും. 1 2 3 4 5 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ പറയുകയാണ്. ജസ്റ്റ് ഞാൻ വേഗത്തിൽ തീർക്കും. ഞാനിപ്പോൾ എൻ്റെ മോനെ ഞാൻ എക്സാമ്പിൾ പറയാം. എൻ്റെ വീട്ടിൽ കുറച്ച് ആപ്പിൾ വാങ്ങിച്ചു. ആപ്പിൾ വാങ്ങിച്ചപ്പോൾ അതിൽ നമ്മൾ നല്ലതൊക്കെ കഴിച്ചു. പക്ഷെ അതിനേക്കാളും നല്ല ഭംഗിയുള്ള ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള ആപ്പിൾ. പക്ഷെ അതിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ടൊരു പുഴുക്കുത്തുണ്ടായിരുന്നു. പുഴുക്കുത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് പറയണം? മക്കളെ, നമ്മൾ ആപ്പിളൊക്കെ കഴിച്ചല്ലോ, ഇനി ഒരു ആപ്പിൾ ബാക്കിയുണ്ട്. അതെന്ത് ചെയ്യരുത്?
എടുത്ത് കഴിക്കരുത്. കാര്യം അതിലെന്തുകൊണ്ട്? പുഴുക്കുത്തുണ്ട്. ഇനി അത് വല്ലതും കഴിച്ച് ഫുഡ് പോയ്സൺ അടിച്ച് കിടന്ന് ആശുപത്രി കൊണ്ടുപോകാനൊന്നും അമ്മയുടെ കയ്യിലൊന്നും ഇല്ല. അതുകൊണ്ട് മക്കളെ നിങ്ങളൊന്നും അതൊന്നും എടുത്ത് കഴിക്കരുത്, ഞാൻ അത് പിന്നെ എടുത്ത് കളഞ്ഞോളാം, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആര് വന്നു? ഇപ്പോൾ അവരുടെ ഒരു ആൻറ്റിയോ അങ്കിളോ വന്നെന്ന് വിചാരിച്ചോ, വന്നിട്ട് പറയുകയാണ്, എന്തിനാ ഈ ആപ്പിൾ എടുത്ത് കഴിക്കാത്തത് ഇവിടെ ഇരിക്കുന്നത്? അത് അമ്മ പറഞ്ഞ് കഴിക്കണ്ടെന്ന് പറഞ്ഞു. എടാ അമ്മ ചുമ്മാ പറഞ്ഞതെടാ, നീ എടുത്ത് ധൈര്യമായിട്ട് കഴിച്ചോ, ഒരു കുഴപ്പമില്ല. നിൻ്റെ അമ്മ ഇതെന്തോന്ന് വന്നോണ്ട് ഇത്രയും നല്ല ഭംഗിയുള്ള ആപ്പിൾ കഴിക്കണ്ടെന്ന് പറഞ്ഞാൽ വേഗം അങ്ങോട്ട് എടുത്ത് കഴിക്കും എന്ന് പറയുകയാണെന്ന് വിചാരിച്ചോ. ഞാനൊരു എക്സാമ്പിളാണ് പറയുന്നത്. അപ്പോഴും ഉടനെ ഹൃദയത്തിനകത്ത് എന്ത് വരികയാണ്? ഇപ്പം ചിലപ്പോൾ അമ്മ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞായിരിക്കുമോ, കഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും വരില്ലായിരിക്കും എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാണ്? ആപ്പിൾ എടുത്ത് അങ്ങോട്ട് കഴിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും ആപ്പിൾ എടുത്ത് കഴിക്കുന്നത്? അമ്മയോടുള്ള വിശ്വാസം 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 പോയി. അപ്പോൾ ആദാമിൻ്റെ ഫസ്റ്റത്തെ പാപം എന്തുവാണ്? ദൈവത്തെ അവിശ്വസിച്ചു. ദൈവത്തെ അതിൽ നിന്നാണ് ബാക്കിയെല്ലാം അങ്ങോട്ട് വരുന്നത്. അതിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ബാക്കിയെല്ലാം അങ്ങോട്ട് വരുന്നത്. സാത്താൻ പോലും ദൈവത്തെ വിശ്വസിക്കുന്നു, പേടിക്കുന്നു, വിറയ്ക്കുന്നു. പക്ഷെ നമുക്കെന്തില്ല? വിശ്വാസമില്ല, പേടിയുമില്ല. ധൈര്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. ധൈര്യമായിട്ടാണ് ദൈവം പറയണ്ടെന്ന് വചനത്തിൽ എഴുതി വെച്ചേക്കണ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. എന്തിനാ വന്നത്? ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞു. എന്തിനാ കർത്താവ് ഭൂമിയിലേക്ക് വന്നത്? യേശു കർത്താവ് വചനം എന്തിനാ ഭൂമിയിലേക്ക് ഇറങ്ങി മാംസരൂപത്തിൽ വന്നത്? എന്തിനാണ്? നമുക്ക് വേണ്ടി വന്നു. നമുക്ക് എന്ത് തരാൻ വേണ്ടി വന്നു? നിത്യജീവൻ തരാൻ വേണ്ടി വന്നു. തന്നെ സമ്മതിക്കുന്നോ? അതിന് കർത്താവ് എന്ത് ചെയ്തു? വില കൊടുത്തോ? എന്തിനാ വില കൊടുത്തേ? നമ്മൾ നരകത്തിൽ പോകാതിരിക്കാൻ. വെരി ഗുഡ്. പാപം ശിക്ഷിക്കപ്പെടും. എന്ത് ചെയ്യും? ദൈവത്തോടാ കളിക്കുന്നേ. ആരോടാ കളിക്കുന്നേ? ദൈവത്തോട്. സൃഷ്ടിച്ച ദൈവത്തോടാ കളിക്കുന്നത്. പാപം ശിക്ഷിക്കപ്പെടും. മറക്കരുത്. പാപം എന്ത് ചെയ്യും? ശിക്ഷിക്കപ്പെടും. മറക്കരുത്. അതിനൊരു ന്യായവിധി ഉണ്ട്. അതാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യമായ നരകം. നമുക്ക് സ്വയമേ തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ ദൈവം അതിനേക്കാളും എത്രയോ മുന്നേ തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലേ? നമ്മുടെ തീരുമാനമൊക്കെ എവിടെ? ദൈവം എടുക്കുന്ന തീരുമാനമേ നിലനിൽക്കത്തുള്ളൂ. എന്ത് ചെയ്യുള്ളൂ? നിലനിൽക്കത്തുള്ളൂ. അപ്പം നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ടേ പറ്റുള്ളൂ. എന്ത് ചെയ്തേ പറ്റുള്ളൂ? ദൈവത്തിന് കീഴ്പ്പെട്ടേ പറ്റുള്ളൂ. അപ്പം പാപം ശിക്ഷിക്കപ്പെടും. അതാണ് ദൈവത്തിൻ്റെ നീതി. ദൈവത്തിൻ്റെ നീതി എന്തോന്നാണ്? പാപം ചെയ്തോ ശിക്ഷിക്കപ്പെടും. അപ്പം ആ പാപത്തിൽ നിന്നും തീയിൽ നിന്നും ഞാൻ സൃഷ്ടിച്ച എൻ്റെ അതേ സ്വരൂപമുള്ള എൻ്റെ മക്കൾ വീഴുന്നത് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്ത് ചെയ്ത് കർത്താവ് എന്ത് ചെയ്ത്? പാപത്തിന് വില കൊടുത്തതാണ് കർത്താവ്. എന്നെ നേടാൻ വേണ്ടി, നമ്മളെ ഓരോരുത്തരെയും നേടാൻ വേണ്ടി ആര് വില കൊടുത്തു? അപ്പം വില കൊടുത്തു. അപ്പം എന്താ പറഞ്ഞേ? ഞാൻ തകരപ്പെട്ടാലും കുഴപ്പമില്ല, അവൾ ജീവിച്ച് എൻ്റെ അടുത്തോട്ട് അവൾക്ക് വന്നിരിക്കാൻ പറ്റണം. അതിനുവേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി എന്ത് തന്നു? ക്രൂശിൽ എന്ത് തന്നു? വില തന്നു. കർത്താവിൻ്റെ ജീവൻ എന്ത് ചെയ്തു? തന്നു. അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്തൊരാൾ വരും. അതിനെക്കുറിച്ചാണ് നമുക്ക് ഈ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഈ യേശുപ്പനില്ലേ, നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ഈ യേശുപ്പൻ, നമുക്ക് വേണ്ടി മരിച്ച ആ യേശു ഇല്ലേ, ആ യേശു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മളെ പിന്നെ നമുക്ക് പഴയ വഴി ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ പഴയ ഇഷ്ടം പോലെ പിന്നെ ജീവിക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് വചനം അനുസരിച്ച് ജീവിക്കണ്ടേ? വചനം അനുസരിച്ച് നമുക്കങ്ങനെ സ്വന്തമായിട്ട് നടക്കാൻ പറ്റില്ല. എങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളെ ഒരാൾ അടിച്ച് നിങ്ങൾക്ക് അയാളോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ഈ ശരീരത്തിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അയാളെ പിന്നെയും ഈ കണ്ണുകൊണ്ടല്ലേ കാണുന്നേ. ഈ പാപം എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? ബൈബിൾ പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിലാണ് ഇരിക്കുന്നതെന്ന്. എവിടെ ഇരിക്കുന്നത്? ശരീരത്തിൽ. അപ്പം ഈ ശരീരം വളരും തോറും ആരും കൂടെ അകത്തിരുന്ന് വളരും. സാത്താൻ്റെ പുത്രനാണ് പാപം. ആരും കൂടെ വളരും? പാപവും കൂടെ എന്ത് ചെയ്യും? അങ്ങ് വളരും. അപ്പം അതുകൊണ്ടാണ് ഈ കുഞ്ഞു മക്കൾ നിഷ്കളങ്കരെന്ന് നമ്മൾ പറയണം. കാര്യം ശരീരം എന്ത് ചെയ്തിട്ടില്ല? വളർന്നിട്ടില്ല. ശരീരം വളരും തോറും മോഹം വരുമോ ഇല്ലയോ? നിങ്ങൾ പറ, വളർന്നവർ പറ, മോഹം വരുമോ ഇല്ലയോ?
കുഞ്ഞിലെ വലിയ മോഹങ്ങളൊന്നുമില്ല, പക്ഷെ വളരെ 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 ആ നിഷ്കളങ്കതയൊക്കെ അങ്ങ് പോയി 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 അവസാനം എന്ത് കാണും? മൊത്തം പാപം നിറഞ്ഞ ഒരു ആളായിട്ട്. അപ്പോൾ പുറമേ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ? നമ്മളെല്ലാവരും പുറമേ അഭിനയിക്കാൻ നമ്മളെപ്പോലെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ പുറമേ നമ്മൾ ഭയങ്കര എന്തോ ആണെന്നാണ് നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ എന്താണ്? ഇതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുക. ഈ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് ആര് കണ്ടുകൊണ്ടിരിക്കുന്നത്? യേശുപ്പൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശുപ്പനെ കൂടാതെ നമുക്ക് യേശുപ്പൻ്റെ വഴി നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാളെ നമുക്ക് ദൈവം തന്ന ആരെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ ദൈവം എന്ത് ചെയ്തു? നമുക്ക് വേണ്ടി തന്നു. കാരണം അറിയാം, ഇവക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല. കാരണം ഇവൾ ഈ ശരീരത്തിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവക്ക് ആരുടെ ഹെൽപ്പ് വേണം? ആരുടെ ഹെൽപ്പ് വേണം? പരിശുദ്ധാത്മാവിൻ്റെ ഹെൽപ്പ് വേണം. അപ്പം നിങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശോപ്പാ, ഞാൻ അങ്ങിൽ വിശ്വസിക്കുന്നു, എനിക്കിനി അങ്ങയുടെ വഴിയിൽ നടന്നാൽ മതി, അതുകൊണ്ട് എനിക്ക് ആ പരിശുദ്ധാത്മാവിനെ താ. ചോദിക്കുമോ? ഇന്ന് നിങ്ങൾ ചോദിക്കുമോ? ഇന്ന് ആഗ്രഹിച്ച് ചോദിക്കുന്ന ഒരു കൈപൊക്ക് നോക്കട്ടെ, എത്ര പേരുണ്ടോ നോക്കട്ടെ. യേശുപ്പൻ്റെ വഴി നടക്കാൻ നമുക്ക് ആരെ വേണം? പരിശുദ്ധാത്മാവിനെ വേണം. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് യേശുപ്പൻ്റെ കൂടെ നടക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് നമുക്ക് ജീവനെ തന്നിട്ട് പോയി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ആരുടെ മേലിറങ്ങി വന്നെന്നറിയാമോ? ഞാൻ ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പം നിങ്ങൾ എനിക്ക് ആൻസർ പറയണം. ഈ പരിശുദ്ധാത്മാവ് ആദ്യമായിട്ട് ഇറങ്ങുന്നത് എപ്പോഴെന്നറിയാമോ? യേശുപ്പൻ്റെ കൂടെ കുറച്ച് ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും യേശുപ്പൻ മരിച്ചു പോയില്ലേ? മരിച്ചു ഉയർത്തെഴുന്നേറ്റ് എങ്ങോട്ടേക്ക് പോയി? സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ യേശുപ്പൻ പറഞ്ഞിട്ട് പോയി. എന്തോ പറഞ്ഞിട്ട് പോയി? നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ തരും, നിങ്ങൾ കാത്തിരുന്നോണം. എന്ത് ചെയ്തോണം? നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഞാൻ നിങ്ങൾക്ക് ആരെ തരും? പരിശുദ്ധാത്മാവിനെ തരുമെന്ന് പറഞ്ഞു. അതുപോലെ ഇവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടും, അതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട. അങ്ങനെയല്ല, പ്രാർത്ഥിച്ച് വാങ്ങിച്ചോണം. പ്രാർത്ഥിച്ച് എന്ത് ചെയ്തോണം? വാങ്ങിച്ചോണം. ഇത് കാണാൻ പറ്റുന്നതല്ല, ഇത് നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും ഇത് അനുഭവിക്കുന്നതാണ്. ഈ ലോകത്ത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ജീവിക്കാൻ പറ്റും ആരുണ്ടെങ്കിൽ? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവരിങ്ങനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും വലിയൊരു ഭയങ്കര കൊടുങ്കാറ്റിൻ്റെ വലിയൊരു മുഴക്കം വന്ന് ഇവരിങ്ങനെ അന്തം വിട്ടുപോയി. എൻ്റെ അമ്മോ, ഇതെന്തുവാണ്? ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? ഇവരിങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ഭയപ്പെട്ടൊക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തെന്നറിയാമോ? അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 2-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്ക്. ഒരു നാൾ വന്നേ, പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ആ മുഴക്കം വന്ന് എന്ത് ചെയ്തു? അവരിരുന്ന് ആ വീട് മൊത്തം എന്ത് ചെയ്തു? നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവർ കണ്ടു. എന്തോന്ന്? തീ കൊണ്ടുള്ള പിളർന്നിരിക്കുന്ന നാവുകൾ എന്ത് ചെയ്തു? അവർ കണ്ടു. ഇത് അവിടെ ഇരുന്ന എല്ലാവരുടെ മേലും എന്ത് ചെയ്തു? പതിഞ്ഞ ഉടനെ എന്ത് ചെയ്തെന്നറിയാവോ? ആത്മാവ് ഇറങ്ങിയതായിരുന്നു. എന്തിറങ്ങിയതായിരുന്നു? ആത്മാവിറങ്ങിയതായിരുന്നു. അതുകൊണ്ട് യേശുപ്പനിൽ വിശ്വസിച്ചിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കാൻ യേശുപ്പൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന അത് ആൻറ്റിയുടെ അടുത്ത് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, നിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ഈ പിള്ളേരെ മുഴുവൻ ഞാൻ ആത്മാവിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരോട് നീ പറയണം ഇതിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ. നിങ്ങൾ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നിങ്ങളുടെ മേൽ ആരിറങ്ങും? പരിശുദ്ധാത്മാവ് ഇറങ്ങും. പിന്നെ നിങ്ങൾക്ക് ദൈവത്തോട് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാൻ പറ്റും. ഇങ്ങനെ ആ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? അവിടെയാണെങ്കിൽ ഒത്തിരി ആളുകളൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നേ. അവരെല്ലാം പല ഭാഷക്കാരായിരുന്നു. പലര് ചിലപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ, വേറെ സംസാരിക്കുന്നവർ, പല പല ഭാഷ സംസാരിക്കുന്നവരെല്ലാം അവിടെ എന്ത് ചെയ്തു? ഒത്തുകൂടിയപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ശിഷ്യന്മാർക്ക് ഇവരുടെ വല്ല ഭാഷ അറിയാമോ? പക്ഷെ പരിശുദ്ധാത്മാവ് ഇവരുടെ മേൽ വന്നതും എന്ത് ചെയ്ത്? അവരവരുടെ ഭാഷകളിൽ, ഇവർക്കറിഞ്ഞുകൂടാത്ത ഭാഷകളിൽ എന്ത് ചെയ്ത് ദൈവത്തിൻ്റെ വൻ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചുറ്റും നിന്നവർക്കൊക്കെ കാര്യം പിടികിട്ടി. അയ്യോ, ഇവരെൻ്റെ ഭാഷയിലല്ലേ സംസാരിക്കുന്നത്, നോക്ക് അയാൾ എൻ്റെ ഭാഷയിലാണ് സംസാരിക്കുന്നത്, ഇതെന്തോന്നാ ദൈവത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്, ഇതെന്തോന്നാ പോയി കേട്ട് നോക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും നോക്കി അവരവരുടെ ഭാഷയിൽ എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. അങ്ങനെ പോയി സംസാരിച്ചത് എന്തായിരുന്നു എന്നറിയണ്ടേ? ഒരു ശിഷ്യൻ എഴുന്നേറ്റ് നിന്നു. പത്രോസ് എന്ന് പറയുന്ന ശിഷ്യൻ എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നിട്ട് എന്താ പറഞ്ഞതെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു?
ഒരാൾ മരിച്ചിട്ടുണ്ട്, പക്ഷെ മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അറിയണം, നിങ്ങൾ ക്രൂശിച്ച് കൊന്നവനെ നിങ്ങൾ അറിയണം. നിങ്ങൾ ക്രൂശിച്ച് കൊന്നത് ആരാണ്? ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ അറിയണം. കാരണം മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടായിരിക്കും മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ പറ്റാത്ത? ഒരാൾ എഴുന്നേറ്റ് ആൻസർ പറയണം. എന്തുകൊണ്ടാണ് യേശുവിനെ മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റാത്തത്? നമ്മളെയൊക്കെ എന്ത് ചെയ്യും? മരണദൂതം വന്ന് പിടിച്ചു കെട്ടാൻ ഒക്കെ നോക്കും, കുറേ പേരെ കൊണ്ടും പോയി അല്ലേ? പക്ഷേ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ മരണത്തിന് പിടിക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല, പിടിച്ചു വെക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ്? അതൊന്നുമല്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ന് ശ്രദ്ധിച്ചോ, പാപം ഉള്ളിടത്താണ് എന്ത് വാഴുന്നത്? മരണം വാഴുന്നത്. എന്ത് വാഴുന്നത്? മരണം വാഴുന്നത്. യേശുവിൽ പാപം ഉണ്ടായിരുന്നോ? അപ്പൊ യേശുവിൽ എന്തില്ല? പാപമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? മരണത്തിന് പിടിച്ചു വെക്കാൻ പറ്റുമോ? പിടിച്ചു വെക്കാൻ പറ്റില്ല. സാധാരണ മനുഷ്യനാണ്, നമ്മളെപ്പോലെ സാധാരണ പച്ചയായ മനുഷ്യനായിട്ടാണ് ഇറങ്ങി വന്നത്. പക്ഷേ യേശുവിൽ പാപമില്ലായിരുന്നു. യേശു വിശുദ്ധിയോടെ അപ്പൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചതുകൊണ്ട് പാപമില്ലായിരുന്നു. അതുകൊണ്ട് മരണത്തിന് പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. മരണപാശങ്ങളെയൊക്കെ അറുത്ത് മാറ്റിയിട്ട് ആരെഴുന്നേറ്റ്? കർത്താവ് എഴുന്നേറ്റ് ഈ സുവിശേഷം എന്ത് ചെയ്യാണ്? പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെയൊക്കെ വിട്ട് എന്ത് ചെയ്യുക? ദൈവത്തോട് ഏറ്റുപറഞ്ഞ് എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. വെള്ളത്തിൽ മൊത്തം മുങ്ങി എഴുന്നേക്കണം. കാര്യം പാപം കയ്യിൽ മാത്രമാണ്, തലയിൽ കുറച്ചെടുത്ത് മാത്രമാണോ പാപം ഇരിക്കുന്നത്? കണ്ണിലും ഉണ്ട്, എല്ലായിടവും പാപം ഉണ്ട്. ശരീരം മൊത്തം എന്താണ്? പാപം. അപ്പം ശരീരം മൊത്തം എവിടെ മുങ്ങണം? വെള്ളത്തിനകത്ത് മുങ്ങി എഴുന്നേൽക്കണം. അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ സ്നാനം ഏറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെ കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും എന്ന് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? ദൈവം പറഞ്ഞതാ. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? യേശുവിനെ സ്വീകരിച്ച ഒരാൾക്ക് ദൈവം പരിശുദ്ധാത്മാവ് കൊടുക്കുവോ? അപ്പം ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവോ? അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? ഇന്ന് മുതൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കണം. എന്തോന്ന്? യേശോപ്പാ, ആ ആൻറ്റി എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ തരുമെന്നങ്ങ്. അപ്പാ എനിക്കും അത് വേണം. എന്തോ വേണം? എനിക്കും വേണം. പ്രാർത്ഥിക്കുമോ ഇന്ന് മുതൽ? ഓക്കെ, ശരി. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ശക്തിയായിട്ട് നിറയട്ടെ എന്ന് ആൻറ്റിയും ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമുക്കിനി സന്തോഷം എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു.
എൻ്റെ യേശു നല്ലവൻ, അവനെന്നും എൻ്റെ ആശ്രയം. എൻ്റെ യേശു നല്ലവൻ, അവനെന്നും എൻ്റെ ആശ്രയം. എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എൻ്റെ കണ്ണീരെല്ലാം വീഴുമ്പോഴും, എൻ്റെ കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്ത്, കണ്ണീരെല്ലാം തുടച്ച് സ്നേഹത്തോടെ ചേർത്തു എന്നെന്നും ഇനി സന്തോഷം. എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു, എൻ്റെ യേശു. ദും തരാരര ദും തരാരര ദും തരാരര ദും, ദും തരാരര ദും തരാരര ദും തരാരര ദും, ദും തരാരര ദും തരാരര ദും തരാരര ദും. ओ मेरा यीशु, 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 ओ मेरा यीशु. ചറപറ ചറപറ ചറപറയായി ഇടി 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 ഇടിമടിയായി വീണ്ടും വന്നേ. പടപട പടപട പടപടയായി ചറപറ ചറപറ ചറപറയായി ഇടി 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 ഇടിമടിയായി വീണ്ടും വന്നേ. വീണ്ടും വന്നേ വിസ്മയവർഷം, പറ പറ പറക്കാൻ പുത്തൻ വർഷം, ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ. വീണ്ടും വന്നേ വിസ്മയവർഷം, പറ പറ പറക്കാൻ പുത്തൻ വർഷം, ഒന്നായി കൂടാൻ മിന്നും വർഷം വന്നല്ലോ. ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല, ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട, വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല. ഇനി വീട്ടിലിരിപ്പിൻ ബോറില്ല, ഗെയിമുകൾ തപ്പിയിറങ്ങണ്ട, വചനം പഠിക്കാൻ ഇതിലും നല്ലൊരവസരമില്ല. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. You are driving in the wrong direction. Please turn around. ഗൂഗിൾ മാപ്പിൽ നോക്കിപ്പോകാൻ കഴിയാത്തൊരു വഴിയാ, വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല. ഗൂഗിൾ മാപ്പിൽ നോക്കിപ്പോകാൻ കഴിയാത്തൊരു വഴിയാ, വൈസിൽ മുഴുവൻ തപ്പിത്തടഞ്ഞാൽ എങ്ങും എത്തൂല. ഇത് വണ്ടികൾ അങ്ങനെ കടന്നു ചെന്നാൽ കഴിയാത്തൊരു വഴിയാ, നടന്നു മോടിയും ലിഫ്റ്റുമടിച്ചാൽ എങ്ങും എത്തൂല. Turn right. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ. My compass complicated ആകും, വഴിയനുസരിച്ചില്ലേലോ, നിലയ്ക്ക് നിന്നില്ലേലോ. My compass complete ആകും, ജീസസ് കൂടെയുണ്ടെങ്കിൽ എന്നും നന്നായി ജീവിച്ചാലോ.
പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. തീരെ നോക്കിയിട്ടാണേലോ കാട്ടെത്തി പറ്റൂല തടസ്സത്തെ മനസ്സിനു വലിച്ചിറക്കി. തീരെ നോക്കിയിട്ടാണേലോ കാട്ടെത്തി പറ്റൂല തടസ്സത്തെ മനസ്സിതു വലിച്ചിറക്കി. പിന്നൊന്നും നോക്കാതെ ചാടിക്കയറിയേ ഒത്തിരി ദൂരെന്ന് യേശുവിനെ കണ്ടേ. പിന്നൊന്നും നോക്കാതെ ചാടിക്കയറിയേ ഒത്തിരി ദൂരേന്നു യേശുവിനെ കണ്ടേ. ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. പാവം കൊള്ളാൻ കരുതി എന്നെ യേശു കണ്ടില്ല. നീനച്ചതും വിളിച്ചതും പെട്ടെന്നാരുന്നേ. പാവം കൊള്ളൻ കരുതി എന്നെ യേശു കണ്ടില്ല. നീനച്ചതും വിളിച്ചതും പെട്ടെന്നറിഞ്ഞേ. സക്കായേ വായോ വായോ ഓടിച്ചാടി വായോ. നിന്റെ വീട്ടിൽ ഞാനിന്നു ക്രിസ്താട്ടോ. സക്കായി വായോ വായോ ഓടിച്ചാടി വായോ നിന്റെ വീട്ടിൽ ഞാനിന്നു ഗസ്റ്റാട്ടു. ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഉള്ളിൽ നല്ലൊരാഗ്രഹമുണ്ട് ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഒബീഡിയൻസും പ്രാർത്ഥനയും ഇമ്പോർട്ടന്റ് ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഡില്ലം 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 ഡിം ഡ ഡിം ഡം ഡിം ഡിം ഡ. ഓക്കെ ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. അല്ലെങ്കിൽ ഇന്നത്തെ ചിന്താവിഷയം അനുസരണ. ഇന്നത്തെ ചിന്താവിഷയം അനുസരണ. എന്താണ്? ഒന്ന് ഉറച്ചു പറ. എന്താണ് അനുസരണ? മനപ്പാഠ വാക്യം നമുക്ക് വായിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോകാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. എഫേസ്യർ 6:1. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. നമ്മൾ ആരെയൊക്കെ അനുസരിക്കാറുണ്ട്? നമ്മൾ ആരെയൊക്കെ അനുസരിക്കാറുണ്ട്? അപ്പനെയും അമ്മയും യേശുവിനെയും മാത്രം അനുസരിച്ചാൽ മതിയോ? നമ്മൾ ആരെയൊക്കെ അനുസരിക്കണം? ആരെയൊക്കെ നമ്മൾ അനുസരിക്കണം? അപ്പനെയും അമ്മയും മാത്രം അനുസരിച്ചാൽ മതിയോ? സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ആരെ അനുസരിക്കണം? അധ്യാപകന്മാരെ, ഗുരുക്കന്മാരെ നമ്മൾ അനുസരിക്കണം. നമ്മൾ അനുസരിക്കാറുണ്ടോ? ടീച്ചർ നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ടീച്ചർ നമ്മോട് ദേഷ്യപ്പെട്ട നമുക്ക് ദേഷ്യം തോന്നുമോ, സ്നേഹം തോന്നുമോ? നമ്മൾ അനുസരണക്കേട് കാണിക്കുന്നത് കൊണ്ടാണ് ടീച്ചർ നമ്മെ വഴക്ക് പറയുന്നത്, അടിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല അനുസരണയുള്ള കുട്ടികളാകാൻ വേണ്ടിയിട്ടല്ലേ ടീച്ചർ നമ്മെ വഴക്ക് പറയുന്നത്? അപ്പോൾ നമ്മൾ എങ്ങനെയുള്ള കുട്ടികളായിരിക്കണം? അനുസരണയുള്ള കുട്ടികളായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരെയും അനുസരിക്കണം. മുതിർന്നവരെ അനുസരിക്കുക, ഗുരുക്കന്മാരെ അനുസരിക്കുക, എല്ലാവരെയും എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ആരും അലക്ഷ്യമായിട്ടിരിക്കരുത്. എങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ പിടിച്ചുകൊണ്ടിരുത്തും. എല്ലാം ഉത്തരവും പറയുകയും വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരും അനുസരിക്കുന്നവരാകുക. കർത്താവിന് അത് തന്നെയാണ് ഇഷ്ടം.
അനുസരിക്കുന്നവരെയാണ് ഇഷ്ടം. കർത്താവിന് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അനുസരിക്കുന്നവരെയാണ് ഇഷ്ടം. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ ഒരു ശിഷ്യൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, കർത്താവേ കർത്താവേ, കർത്താവിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു വന്ന് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് അപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ ഈ വചനം കേട്ട് അനുസരിക്കുന്നവരാണ് എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും. എന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് വേറൊരാൾ ഇങ്ങനെ പറഞ്ഞു, നിൻ്റെ അമ്മയും അല്ലെങ്കിൽ നിന്നെ ചുമന്ന വയറും നിന്നെ പ്രസവിച്ചവളും ഭാഗ്യവതി എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ ഈ വചനത്തെ കേട്ടനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വചനത്തെ നാം കേട്ട് അനുസരിക്കുന്നവരായി മാറുക. അനുസരണം എന്ന് പറയുന്ന നല്ലൊരു ശീലമാണ്. അനുസരിക്കുക, എല്ലാവരെയും നമ്മൾ അനുസരിക്കുക, എല്ലാവരെയും നമ്മൾ അനുസരിക്കുന്നവരായി മാറുക. ടീച്ചർമാരെ അനുസരിക്കണം, അപ്പനെയും അമ്മയെ അനുസരിക്കണം, അപ്പനെയും അമ്മയെയും നമ്മൾ അനുസരിക്കണം. പപ്പയും അമ്മയൊക്കെ നമ്മൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തറിയാമെന്ന് ചോദിക്കരുത്, അവർക്ക് എല്ലാം അറിയാം. അപ്പോൾ പപ്പയും അമ്മയൊക്കെയും എല്ലാവരും അനുസരിക്കുക. അത് കർത്താവിലൊരു അനുഗ്രഹമാണ് നമുക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയാനുള്ളത് ബൈബിളിൽ നിന്ന് ഞാൻ പറയാം. ഒരു കഥ പറഞ്ഞുതരാം. ആദാമും ഹൗവയും ഏദേൻ തോട്ടത്തിലാക്കി. കർത്താവ് ഏദേൻ തോട്ടത്തിൽ ആദാമിനെയും ഹൗവയെയും ആക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാം കഴിക്കാം, തോട്ടത്തിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായിട്ട് പാടില്ല. തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ആ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുവാനായിട്ട് പാടില്ല. നമ്മളടുത്ത് പറയാണ്, നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷയും ഒരു ആവേശമായിരിക്കും നമുക്ക്. എന്താണ് അത് ചെയ്താൽ എന്താണ് കുഴപ്പം? അത് ചെയ്താൽ എന്താണ് കുഴപ്പം? അച്ഛൻ പപ്പ പറയും, നിങ്ങൾ അതുവഴി വരരുതെന്ന് പറഞ്ഞാൽ നമുക്ക് അതുവഴി വന്നാൽ എന്താണ് പ്രശ്നം? ഓക്കെ, അങ്ങനെ ഹൗവ സാത്താൻ തന്നെ കബളിപ്പിക്കുവാനായിട്ട് വന്ന് പറഞ്ഞു, നീ അത് കഴിച്ചാൽ സുന്ദരിയാകും, യേശുവിനേക്കാൾ മുകളിലാകും, ദൈവത്തേക്കാൾ മുകളിൽ നിങ്ങളാകും, നിങ്ങൾ ദൈവത്തേക്കാൾ മുകളിലാകുമെന്ന് ഉള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങളടുത്ത് അത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത്. എന്നാൽ ഹൗവ അതെടുത്ത് പറിച്ച് അത് ഭക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹൗവ ഭക്ഷിക്കുക മാത്രമല്ല, സ്നേഹമുള്ള ഭാര്യയാണ്. തൻ്റെ ഭർത്താവിനും കൂടെ പകുതി കൊടുത്തു. നമ്മളായിരുന്ന ഒരു ലഡു കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഭർത്താവ് വരുന്നതിന് മുമ്പേ ഒറ്റയ്ക്ക് കഴിക്കാൻ നമ്മൾ നോക്കും. ഒരു ലഡുവല്ലേ ഉള്ളൂ, പകുതിയായിട്ട് എങ്ങനെ എൻ്റെ ചേട്ടന് ഞാൻ കൊടുക്കും? അത് മൊത്തം നമ്മൾ ഭക്ഷിക്കാനല്ലേ നോക്കുള്ളൂ. ഇനി പകുതിയായിട്ട് എങ്ങനെ കൊടുക്കും? പാവം മനുഷ്യന് ഒരെണ്ണമായിട്ടാണെങ്കിൽ കൊടുക്കാമായിരുന്നു, ഇതൊന്നല്ലേ ഉള്ളൂ എന്ന് കരുതി നമ്മളങ്ങ് ഭക്ഷിക്കും. പക്ഷേ ഹൗവ സ്നേഹമുള്ള ഭാര്യ ആയതുകൊണ്ട് ഒരു കടി കടിച്ചിട്ട് അങ്ങ് വെച്ച്, ഇനി ബാക്കി വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു. കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ, രണ്ടുപേരുടെയും കണ്ണങ്ങ് തുറന്നു. ചിലതൊക്കെ ഇല്ലേ, നമ്മൾ കഴിക്കുന്നത് മാത്രമേ അങ്ങ് ഓർമ്മ കാണുള്ളൂ. ഒരു കറക്കവും ഒരു ചുറ്റലും ഒരു പെടയലും ഒരു വെപ്രാളവും ആയിരുന്നു. ചെന്ന് നിന്നതും അവരുടെ ശക്തിയും ബലവും എല്ലാം പോയി. പിന്നത്തേതിൽ ദൈവം വിളിച്ചു കഴിഞ്ഞാൽ ഓടി വരുമായിരുന്നു. ആദാമും ഹൗവയും ദൈവം വിളിച്ചു കഴിഞ്ഞാൽ തോട്ടത്തിൽ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ കാലൊച്ച കേൾക്കുമ്പോൾ, ശബ്ദം കേൾക്കുമ്പോൾ ഓടി വരുമായിരുന്നു. എന്നാൽ അനുസരണക്കേട് കാണിച്ചപ്പോൾ അവർ ഓടി ഒളിക്കുവാനായിട്ട് തുടങ്ങി. നമ്മളും അങ്ങനെയല്ലേ? ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ ദൈവത്തോട് ഓടി വരുവോ, ഓടി ഒളിക്കുവോ? ഒരിക്കലും അങ്ങനെ ആകരുത്. അവൻ ദൈവത്തോട് ഓടി വരുന്നവരായി മാറണം. അപ്പോൾ ദൈവത്തെ കണ്ടവർ ഓടി ഒളിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർ രണ്ടുപേരും നിങ്ങൾ ആരാണ് പാപം ചെയ്തത്? നമ്മുടെ പരിപാടിയാണ്. നേരെ ഹൗവയോട് ചോദിച്ചപ്പോൾ ഹൗവ നേരെ പാമ്പിൻ്റെ തലയിൽ കൊണ്ടുവച്ചു. നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ എന്താണ് ഇങ്ങനെ ആയത്? എൻ്റെ അമ്മയാണ് ഇങ്ങനെ ആക്കിയത് എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ ഹൗവയോട് ചോദിച്ചപ്പോൾ ഹൗവ നേരെ പാമ്പിൻ്റെ തലയിൽ, ആദാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആദാം നേരെ ഹൗവയുടെ തലയിൽ. അങ്ങനെ ഇരുവരും തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കാതെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കുക. അങ്ങനെ ഇരുവരും തൻ്റെ അനുസരണക്കേട് കാരണം ഈ ലോകത്തിൽ പാപമുണ്ടായി. ഈ ലോകത്തിൽ എങ്ങനെയാണ് പാപമുണ്ടായത്? അനുസരണക്കേട് നിമിത്തമാണ് ഈ ലോകത്തിൽ പാപമുണ്ടായത്. ഈ ലോകത്തിൽ എങ്ങനെയാണ് പാപമുണ്ടായത്? അനുസരണക്കേട് നിമിത്തം. ആദാമും ഹൗവയും ചെയ്ത ഒരു അനുസരണക്കേട് നിമിത്തമാണ് ഈ ലോകത്തിൽ പാപം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. പിന്നത്തേതിലുള്ള തലമുറകളെല്ലാം പാപത്താൽ ജനിക്കപ്പെട്ട തലമുറയായിരുന്നു. പാപത്താൽ ജനിക്കപ്പെട്ട തലമുറകളായിരുന്നു. ഓക്കെ, എന്നാൽ ഈ പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? ഉറച്ചു പറ, പാപത്തിൽ നിന്ന് നമുക്കൊരു മോചനം വേണ്ടേ? ആരാണ് ഈ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്നത്?
യേശു, യെസ്, കറക്റ്റാണ്. ഏക മനുഷ്യനായ ആദാമിനാൽ പാപവും പാപത്താൽ മരണവും വന്നതുപോലെ യേശു ക്രിസ്തു എന്ന ഏക മനുഷ്യനാൽ ആമേൻ നമുക്ക് പാപത്തിൽ നിന്നും ഒരു വിജയവും ഉണ്ട്. ആദാം എന്ന മനുഷ്യനാൽ പാപവും പാപത്താൽ മരണം എന്നതുപോലെ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പാപത്തിൽ നിന്നും രക്ഷയും നിത്യജീവനും ലഭിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഉറച്ചു പറ. നിത്യജീവൻ, ഒരു രക്ഷയും നിത്യജീവനും നമുക്ക് ലഭിക്കും. യേശു ക്രിസ്തുവിലൂടെ എന്ത് ലഭിക്കും? ഓക്കെ, നിത്യജീവൻ അവകാശമാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കണം, അത് പ്രമാണിക്കുന്നവരായി മാറണം. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ്? അനുസരിക്കണം. കർത്താവിൻ്റെ കൽപ്പനകളെ നാം എല്ലാവരും അനുസരിക്കണം. കർത്താവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാമോ? അവൻ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. കർത്താവ് എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് നമുക്കും അനുസരിക്കണം. ഓക്കെ, ഉറച്ചു പറ. നമുക്കും അനുസരണം എന്ന് പറയുന്നത് നല്ലൊരു ശീലമാണ്. അനുസരണ നല്ലൊരു ശീലമാണ്. എപ്പോഴും നമ്മൾ എല്ലാവരെയും അനുസരിക്കുന്നവരായി മാറണം. കർത്താവിന് അത് തന്നെയാണ് ഇഷ്ടം. അനുസരിക്കുന്നവരെയാണ് കർത്താവിന് ഇഷ്ടം. നമ്മളിവിടെ പറഞ്ഞു യോന അനുസരണക്കേട് കാണിച്ചു കർത്താവിൻ്റെ അടുത്ത് നിന്ന്. യോനയുടെ അടുത്ത് എവിടെയാണ് കർത്താവ് പോകാൻ പറഞ്ഞത്? എവിടെയാണ് പോകാൻ പറഞ്ഞത്? നിനവയിൽ പോകാൻ പറഞ്ഞു. യോന എവിടെയാണ് പോയത്? തർശീശിൽ പോയി. അപ്പോൾ യോനയോട് പറഞ്ഞത് ഒരു സ്ഥലത്ത് പോകാൻ, യോന പോയത് മറ്റൊരു സ്ഥലത്ത്. അവിടെ ഒരു അനുസരണക്കേടല്ലേ യോന കാണിച്ചത്? അനുസരണക്കേടല്ലേ? അനുസരണക്കേടാണ് യോന കാണിച്ചത്. യോന അനുസരണക്കേട് കാണിച്ചപ്പോൾ ദൈവം എന്താണ് ചെയ്തത്? എന്താണ് ചെയ്തത്? വലിയ കാറ്റും കോളും എല്ലാം അടുപ്പിച്ച് യോന മിടുക്കനായിട്ട് കിടന്നുറങ്ങുകയാണ്. എല്ലാവരും ഇവിടെ കിടന്ന് ജീവൻ പണയം വെച്ച്, കപ്പൽ അങ്ങോട്ടുലയുന്നു ഇങ്ങോട്ടുലയുന്നു, എല്ലാവരും ജീവൻ പണയം വെച്ചിരിക്കുമ്പോൾ യോന സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെ ഉറങ്ങുന്ന യോന ഇങ്ങനെ നോക്കിയപ്പോൾ, ഇങ്ങനെ കണ്ണൊക്കെ തുറന്ന് നോക്കിയപ്പോൾ എല്ലാവരും അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു. സാധനങ്ങൾ വലിച്ചെറിയുന്നു. തൻ്റെ സാധനങ്ങളെല്ലാം വലിച്ചെറിയുന്നു. സ്വർണവും ബുക്കും ബാഗും എല്ലാം വലിച്ചെറിയുന്നു. പ്രാണന് വേണ്ടിയിട്ട് അങ്ങോട്ടോടുന്നു, മുട്ടുകുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ യോന കണ്ണൊക്കെ തിരുമി എണീറ്റപ്പോൾ എന്താണ് ഇവിടെ പ്രശ്നം? എനിക്കറിഞ്ഞൂടാ, കാറ്റും കോളും കാറ്റും കോളും കാറ്റും കോളും. അപ്പോൾ യോന വിചാരിച്ചു, ദൈവമേ ഞാനായിരിക്കും പ്രശ്നം. അങ്ങനെ അവർ ചീട്ടിട്ട് നോക്കിയപ്പോൾ യോനയാണ് പ്രശ്നം. അപ്പോൾ യോന പറഞ്ഞു, നിങ്ങൾ എന്നെ അടുത്ത് അങ്ങ് കടലിട്ടോ, നിങ്ങളുടെ പ്രശ്നം അങ്ങ് തീരട്ടെ, എന്നെ അടുത്ത് അങ്ങ് കടലിട്ടോ എന്ന് പറഞ്ഞു. യോനയെ എല്ലാവരും കൂടെ ചേർന്ന് കടലിലെടുത്ത് അങ്ങ് ഇട്ടതും ആ കാറ്റും കോളും അങ്ങ് ശമിച്ചു. എന്നിട്ടും ദൈവം യോനയെ വിട്ടോ? ദൈവം ഒരു മത്സ്യത്തെ കൽപ്പിച്ച് ആക്കി. ഒരുത്തം വരുമ്പോൾ അവനെ അങ്ങ് വിഴുങ്ങിക്കൊള്ളണമെന്ന് പറഞ്ഞ് ഒരു മത്സ്യത്തെ കൽപ്പിച്ച് ആക്കി. എപ്പോഴെന്ന് അറിഞ്ഞൂടാ, ഏത് നിമിഷവും ഒരുത്തനെ ഇപ്പോൾ എടുത്ത് എല്ലാം കൂടെ അങ്ങ് താഴെ എടുത്ത് എറിയുമ്പോൾ അവനെ അങ്ങ് പിടിച്ചോളണമെന്ന് പറഞ്ഞ് ഒരു മത്സ്യത്തെ കൽപ്പിച്ചാക്കി. മത്സ്യം അതുപോലെ അനുസരിച്ചു. മത്സ്യം മിടുക്കനാണ്. മത്സ്യം യോനെ പോലല്ല, മത്സ്യം അതുപോലെ അനുസരിച്ചു. അനുസരണശീലം നല്ലൊരു ശീലമാണ്. അപ്പോൾ മത്സ്യം ദൈവം പറഞ്ഞതുപോലെ അനുസരിച്ചു. യോനെ അങ്ങ് വിഴുങ്ങിയതും AC റൂം പോലെയാണോ മത്സ്യത്തിൻ്റെ വയറിനകത്ത്? ആസിഡും ഇത് എല്ലാം നിറഞ്ഞു കിടക്കുകയാണ് വയറിനകത്ത് ചൂട്. യോന വയറിനകത്ത് കിടന്ന് അയ്യം വിളിച്ചു, അയ്യോ ദൈവമേ എന്നെ അങ്ങ് പുറത്തെടുക്കണേ. നമ്മൾ വിളിക്കാറില്ലേ, അയ്യോ ദൈവമേ എന്നെ എങ്ങനെയെങ്കിലും അങ്ങ് പുറത്തെടുക്കണേ, ഞാൻ ഇനി ഒരു തെറ്റും ചെയ്യൂല എൻ്റെ ദൈവമേ. അവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചു. എന്നാൽ യോനയെ ദൈവം നേരെ കൊണ്ടങ്ങ് നിനവേൽ കൊണ്ടങ്ങ് ഛർദ്ദിച്ചു. അപ്പോൾ അനുസരണക്കേട് കാണിച്ചാൽ ദൈവം നമ്മെ ശിക്ഷിക്കും. ദൈവമാണ് മത്സ്യത്തെ കൽപ്പിച്ചാക്കിയത്. ദൈവം അനുസരണക്കേട് കാണിച്ചാൽ ദൈവം നമ്മെ ശിക്ഷിക്കും. അതുകൊണ്ട് ആരും അനുസരണക്കേട് കാണിക്കരുത്. ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരെയും. ഈ ഇസ്രായേൽ ജനം അവർ ഈ മിസ്രൈമിലൂടെ ഈ അടിമനിവത്തിൽ നിന്നും കർത്താവ് രക്ഷിച്ചു കൊണ്ടുപോയെങ്കിലും അവർ അനുസരണക്കേട് കാണിച്ചു. അവർ ദൈവത്തോട് മത്സരിച്ചു.
ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കഥ ഓർമ്മയില്ലേ? മോശയുടെ അവർ ചെങ്കടൽ കടന്നു അപ്പുറത്തെത്തിയിട്ടും അവർ സന്തോഷത്തോടെ എത്തി അവർ തപ്പൊക്കെ കൊട്ടിയെന്ന് ആരാധിച്ച് ഒന്ന് ബലപ്പെട്ട് നിന്നപ്പോൾ വിശന്നു. കർത്താവേ എനിക്ക് വിശക്കുന്നു. കർത്താവ് നല്ല ആഹാരം കൊടുത്തു, കാടപ്പക്ഷിയെ കൊടുത്തു, മഞ്ഞയെ കൊടുത്തു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് എനിക്ക് ദാഹിക്കുന്നു. കർത്താവ് നല്ല ദാഹജലം കൊടുത്തു. ഈ ഇറച്ചി കടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കർത്താവ് ഇന്ന് തന്ന ഇറച്ചി പോരാ അല്ലേ, ഇന്നത്തെ കഷ്ണം പോരാ, എന്നാലും ഇന്നത്തെ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവർ പിറുപിറുത്തു. ദൈവത്തോട് തന്നെ മത്സരിച്ചു. ദൈവത്തോട് തന്നെ അവർ ദൈവത്തോട് അനുസരണക്കേട് അവർ കാണിച്ചു. കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അവരെ നശിപ്പിക്കുവാൻ പോകുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഇസ്രായേലേ നീ മടങ്ങി വന്നിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. ഇസ്രായേലേ നീ മടങ്ങി വന്നിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം അത്രത്തോളം അവർ പാപവും ദൈവത്തോട് പിറുപിറുത്തു. ആമേൻ. ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. നമ്മളെല്ലാവരും എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. എന്ത് ചെയ്യണം? ഇഷ്ടമുള്ളത് ചെയ്യണം. നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യോ? ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യണം. അതാണ് അനുസരണയുള്ള കുട്ടികൾ. ഓക്കെ, എല്ലാവരും ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യോ? ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുന്ന മക്കളായി മാറണം നമ്മൾ ഓരോരുത്തരും. ഓക്കെ, അത് തന്നെയാണ് കർത്താവ് പറഞ്ഞ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഓക്കെ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എത്ര പേര് പഠിച്ചു? ഇതെല്ലാവർക്കും അറിയാന്നുള്ള വാക്യമാണ്. എത്ര പേര് പഠിച്ചു? പറ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഓക്കെ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. പറ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഓടിവാ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഇനി ആർക്ക് പറയാൻ പറ്റും? എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഓക്കെ, ഇനി അടുത്ത് ഈ ടീമിൽ നിന്ന് ആര് വന്ന് പറയും? ഓടിവാ. ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള സമയം അതിക്രമിച്ചു. ഓടിവാ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിന്റെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിക്കും, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അപ്പനമ്മമാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. എഫേസ്യർ 6:1. എഫേസ്യർ 6:1 മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ. ഓക്കെ, എല്ലാവരും പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും അനുസരിക്കുന്നവരായി മാറുക. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരും അനുസരിക്കുന്നവരായി മാറുക. ദൈവത്തിൽ അനുസരിക്കുക, കർത്താവിൽ അനുസരിക്കുക. ഓക്കെ, എല്ലാവരും അനുസരിക്കുന്നവരായി മാറുക. അനേകം നമ്മുടെ അപ്പനെ അനുസരിക്കണം, അമ്മയെ അനുസരിക്കണം, ഗുരുക്കന്മാരെ അനുസരിക്കുക, മുതിർന്നവരെ അനുസരിക്കുക, പള്ളിയിലുള്ള പാസ്റ്റർമാരെ അനുസരിക്കുക, പഠിപ്പിക്കുന്ന ടീച്ചർമാരെ അനുസരിക്കുക. ഓക്കെ, നമ്മളെല്ലാവരും അനുസരിക്കുന്നവരായി മാറുക. അനുസരിക്കുന്ന കുഞ്ഞുങ്ങളെയാണ് കർത്താവിന് ഏറ്റവും ഇഷ്ടം. അപ്പോൾ നമ്മളെല്ലാവരും അനുസരിക്കുന്നവരായി മാറുക.
പഠിപ്പിക്കുന്ന പാഠങ്ങൾ എല്ലാവരും പഠിക്കുക. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.